ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ ചെറിയ ചെറിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും അടിച്ചു കളയാണ്ട് കാണണേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗ് തന്നെയാണ്. രാവിലെ ഇതാ രണ്ടാൾ ചെയ്യുന്ന പരിപാടി നിങ്ങൾ കണ്ട. രാത്രിക്ക് ഞാൻ എല്ലാം എഴുതി വെക്കാൻ പറയലുണ്ട്. പക്ഷേങ്കിൽ ഇപ്പം ഇതാ രാവിലെ ഇരുന്നിട്ട് പത്രവാർത്ത രാത്രിക്ക് എഴുതാൻ പറയുമ്പോൾ എന്താ പറയുന്നതെന്നറിയാം? പത്രവാർത്ത രാവിലെയല്ലേ എഴുതണ്ടേ, നാളത്തെ വാർത്തയല്ലേ എഴുതണ്ടേ? അതാണ് അവരെ ന്യായം. അപ്പോൾ ഹോംവർക്കുകൾ ബാക്കിയെല്ലാം രാത്രിക്ക് ചെയ്ത് വെച്ച് അപ്പോൾ രാവിലെ ഇരുന്നിട്ട് പത്രവാർത്ത എഴുതലാന്ന് രണ്ടാളും കൂടെ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ചായക്കടി പുട്ടാന്നേ. അപ്പോൾ പുട്ട് അടുപ്പത്തുണ്ട്. ഇന്ന് പുട്ടിന് കറിയൊന്നുമില്ല. കറിക്ക് പകരം ഞാൻ പഴം എടുക്കാമെന്ന് വിചാരിക്കുന്നു. പഴം ഇതുവരെ എത്തിയില്ല. ശ്രീയേട്ടൻ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ പഴം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം രണ്ടാളും ചെയ്തു വെച്ച പണി കണ്ട. ഞാനിവിടെ കഷ്ടപ്പെട്ട് ചായൻ്റെ കടി പുട്ടെല്ലാം ഉണ്ടാക്കി വെച്ച് അവരെന്ത് ചെയ്ത് അച്ഛമ്മ ഇഡ്ഡലി വേണമെന്ന് ചോദിക്കുമ്പോഴേക്ക് നമുക്കത് മതി എന്നും പറഞ്ഞിട്ട് രണ്ടാളും ഇഡ്ഡലിയും ചട്നിയും കൂടെ തിന്നുന്നാന്ന്. അപ്പോൾ ഈടെ ഇഡ്ഡലി ആകുന്ന സമയത്ത് അവർക്ക് വേണ്ടി വരൂലേ, അപ്പുറം അമ്മേൻ്റെ അടുക്ക ആക്കുമ്പോൾ അവർക്കത് വേണ്ടി വരും. അത് എന്ത് കടിയായാലും അങ്ങനെയാണ്. ഈടെ ആക്കുന്നതിനേക്കാളും കൂടുതലും ഇഷ്ടം അപ്പുറത്താണ്. അത് പണ്ട് ഞാനെല്ലാം ചെറുതായിരിക്കുമ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് എന്താക്കിയാലും ഇഷ്ടമല്ല, പക്ഷേ എങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് എന്തുണ്ടാക്കിയാലും അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് അവർ രാവിലെ കുളിച്ച് റെഡിയായി ചായ കുടിക്കുന്നതാണ്. അമ്പാടി ഇഡ്ഡലി വിരലിട്ടിട്ട് എന്തെല്ലോ പറയുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ പോകാൻ സമയം പോയി വേഗം തിന്നെന്ന് പറഞ്ഞിട്ടും ഓൻ്റെ ഇഷ്ടത്തിനുള്ള തിന്നലാന്ന്. ഇതാണ് രാവിലത്തെ ഭക്ഷണം. ബസ് വരാനായി എന്ന് പറഞ്ഞിട്ട് അപ്പാടെ അവിടെ കുഴച്ച് വെച്ചിട്ട് പിന്നെ ഒരു ഓട്ടോ വന്നു. പുട്ടിനെപ്പം നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് കടലക്കറിയാന്നല്ലേ. അപ്പം ഞാൻ കടലക്കറിയാന്ന് കൂടുതലും ആക്കൽ, അല്ലെങ്കിൽ പിന്നെ ബാജിയാക്കും. ബാജി അപ്പോൾ ഉരുളക്കിഴങ്ങ് തീർന്നു, അതുകൊണ്ട് ബാജി ആക്കിയിട്ടില്ല. അപ്പോൾ ഇതാ ശ്രീയേട്ടൻ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. സാധാരണ ഇവർ സ്കൂളിൽ പോയതിന് ശേഷം വരില്ല, ഇന്ന് കുറച്ച് നേരത്തെയാണ്. പഴം വാങ്ങാൻ പറഞ്ഞിട്ട് പഴം എടുത്തു, ചാക്കും കൊണ്ടുവരുന്നേ. പഴം പകുത്തിട്ടില്ലേ? അത് ഞാൻ മുട്ടാക്കി നോക്കുമ്പോ അമ്മ ഇഡ്ഡലി കൊണ്ട കൊടുത്ത് ഇഡ്ഡലി നിന്ന്. ഇനി പുട്ട് വെറും പുട്ട് തിന്നോ. ഞാൻ നിങ്ങൾ പഴം കൊണ്ടിരുന്ന് വെച്ചിട്ട് ആക്കിയിട്ടില്ല. പുട്ടും ആക്കിയിട്ട് പഴത്തിന് കാത്തു നിന്നിയാന്ന് നോക്കുമ്പോൾ പഴം പഴുത്തിട്ടില്ല പോലും, കടയിലുള്ള പഴവും. ഇനിയിപ്പോൾ എന്താ തിന്നോ? ഞാൻ പറഞ്ഞു വെറുതെ പുട്ട് മാത്രമായിട്ട് തിന്നോന്ന് പറഞ്ഞു. അപ്പോൾ അതാ അമ്പാടിയും ദേവട്ടിയും ചായയോടെയെല്ലാം കഴിഞ്ഞ് അവരിതെന്തോ നേരത്തെ പ്രതീക്ഷിച്ചെന്ന് തോന്നുന്നു. അവർ വേഗം ഇഡ്ഡലിയും ചട്നിയും കഴിച്ച് ചായയും കുടിച്ച് ഇതാ സ്കൂളിലേക്ക് പോന്നാന്ന്. ചായയായി. പുട്ടതാ പിള്ളേർ തിന്നിട്ടില്ല, ഇഡ്ഡലി തിന്നോണ്ട്. പക്ഷേങ്കിൽ നിങ്ങളോട് പഴം വാങ്ങാൻ പറഞ്ഞിട്ട് പഴം വാങ്ങിയിട്ടില്ലല്ലോ. കറിയാക്കാൻ നിങ്ങളോട് പഴം കൊണ്ടിരുന്ന പഴം പ്രതീക്ഷിച്ച് നിന്നതാണ്. അല്ല കറിയാക്കാൻ ചായ ഇല്ല. പിള്ളേർക്ക് കുറച്ച് പാല് അതൊക്കെ പിള്ളേർക്ക് ചായ. നിങ്ങൾ നല്ല വേണമെങ്കിൽ പാല് പറ്റുക. വന്നിട്ട് കുടിച്ചാൽ മതി. അമ്പാടിയോട് പറഞ്ഞിട്ട് നിങ്ങളെ വാക്കിയാ ഓനോട് പറഞ്ഞു. ഓനെ നേരം പോയി സ്കൂളിൽ പോണോ, അവനക്ക് യൂണിഫോം മാറ്റില്ല, കുടിച്ചോണ്ട് കുടിച്ച് കഴിഞ്ഞാടാ പറഞ്ഞത്. രാവിലെ തന്നെ മറിയുവേ. എന്നാ പിന്നെ തലവേദനയുള്ളവർക്കെല്ലാം ചായ ഓരോ ഗ്ലാസ് ചായ കൊടുത്താൽ വാങ്ങിക്കുന്നെങ്കിൽ ഈ തലവേദനയുള്ളവർക്ക് ഓരോ ഗ്ലാസ് ചായ കൊടുത്താൽ രാവിലെ തന്നെ ഒരു കോമഡി അടിച്ചാൽ അതിനും കുറ്റം. 2 മണിയായി. 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 2 മണിയായി.
പഴം വാങ്ങാൻ പറഞ്ഞ് പഴം വാങ്ങാണ്ട് വന്ന് അതുകൊണ്ട് ഞാൻ കറിയാക്കിയിട്ടില്ല. ചക്ക കൊടുത്തിട്ടാ പാലിന് മുമ്പ് ഒരു കല്ലെടുത്തിട്ട് എറിഞ്ഞു നോക്കി. അപ്പൊ ഒച്ച വന്നു കെട്ടിട്ടൊന്നുമില്ല. നല്ല അയക്കാം, നല്ല വരിപ്പിച്ചൊക്കെ മധുരം കുറവായിരിക്കും. അതിന് പത്തൊക്കെ. അപ്പോൾ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് മീൻ കിട്ടിയിട്ടുണ്ട്. ഈ മീനിൻ്റെ പേരെന്തോ അയാൾ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. അത് കഷ്ണമായിട്ട് മുറിച്ചിട്ടിട്ടേനുള്ളത് എന്തോ ഒരു പിന്നെ ഇങ്ങനെ ഇതാക്കി നമ്മൾ വളർത്തുന്ന മീനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വാങ്ങി അത് നല്ലോണം ഉപ്പും മുളകും മഞ്ഞളും എല്ലാം പെരക്കി വെച്ച് അപ്പോൾ അത് കണ്ടേരം പൊരിക്കാനും തോന്നി. അങ്ങനെ 3-4 കഷ്ണം ഞാനത് എടുത്ത് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പും പെരക്കി വെച്ചതിൻ്റെ അതൊന്ന് എടുത്ത് വെച്ചതാണേ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് കുറച്ച് നല്ലോണം തന്നെ ഇടണം. പൊരിക്കുന്നതിന് അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുപോലെ നല്ലൊരു കളറും കിട്ടും കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഇട്ടിട്ട് ഞാൻ ആ മീൻ കുറച്ച് പൊരിച്ചെടുക്കുന്നതാണ്. ബാക്കി പിന്നെ മുളകിടാന്ന് വെച്ച് നല്ലോണം മുളകിട്ട് വറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നത് കൊണ്ട് അങ്ങനെ വെച്ച്. അപ്പോൾ ഇതാ പൊരിച്ച മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാടെ ഗ്യാസിൻ്റെ അതും ആ തട്ടും അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കലാന്ന്. അപ്പോൾ മീൻ പൊരിച്ച് കഴിഞ്ഞാൽ അറിയാലോ എന്തായാലും അവിടെ എല്ലാം ഉണ്ടാവും. പറ്റിയിട്ട് കുറച്ച് കഴിയുമ്പോൾ നല്ല സ്മെല്ലും അടിക്കും. അതുകൊണ്ട് അന്നേരം തന്നെ അതെല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കിയിട്ട് അപ്പോൾ തട്ടെല്ലാം വൃത്തിയാക്കി വരുമ്പോഴേക്ക് നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല മുളകിട്ട് വറ്റിച്ച മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറി വാങ്ങി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കലാന്നേ. കടുക് വറുത്തിടുന്നൊന്നുമില്ല. പുളിയും മുളകായതുകൊണ്ട് മുളകിട്ട മീൻ കറിക്ക് നമ്മൾ മേലെ കൂടെ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ നനച്ചിട്ടൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മൾ ചോറ് തിന്നാൻ നോക്കുന്നതാണ്. പൊരിച്ച മീനും മുളകിട്ട് വറ്റിച്ച മീൻ കറിയും കൂടെ കൂട്ടിയിട്ട് ചോറ് തിന്നാന്ന്. അപ്പോൾ നമ്മൾ മുളകിട്ട് വറ്റിച്ച കറി 2 കോപ്പയിലായിട്ട് എടുക്കും. അപ്പോൾ ഈ കഷ്ണം ആ ചാറിൽ മുക്കിയിട്ട് തിന്നുന്ന ആ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.